ബിഗ് ബോസ് സീസൺ 7 ലൈവിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ പൊരിഞ്ഞ അടി തന്നെയാണ്. റെന ഫാത്തിമയും അതേപോലെ തന്നെ നമ്മുടെ അക്ബർ ഉണ്ട്, ഷാനവാസ് ഉണ്ട്. ഇവരോടൊക്കെ സംസാരിക്കുന്നത് നമ്മുടെ അനീഷിനെ പറ്റിയാണ്, മോർണിംഗ് ടാസ്കിനെ കുറിച്ചാണ് പറയുന്നത്. നമ്മുടെ അനീഷും അതേപോലെ തന്നെ അക്ബറും വലിയ രീതിയിലുള്ളൊരു ഫൈറ്റ് തന്നെ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. മലയാളത്തിൻ്റെ പേരിലാണ് ഫൈറ്റ് എന്ന് പറയുന്നത്. നമുക്ക് മലയാളം അറിയില്ല എന്നാണ് അനീഷ് പറയുന്നത്. മലയാളത്തെ നമ്മൾ ബഹുമാനിക്കുന്നില്ല, ഈ ബിഗ് ബോസ് വീട്ടിൽ മലയാളം തന്നെ സംസാരിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് വലിയ രീതിയിലുള്ള അടി നടക്കുന്നത്. അപ്പോൾ നമ്മുടെ റെന പറയുന്നുണ്ട്, അനീഷേട്ടൻ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുന്നത് നിങ്ങളൊന്ന് മനസ്സിലാക്കണം ആദ്യം. അനീഷേട്ടൻ ഈ ബിഗ് ബോസ് വീട്ടിൽ നമ്മളെ ട്രിഗർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഓരോന്ന് ചെയ്യുന്നത്. അത് ഓഡിയൻസിന് മനസ്സിലാവുന്നുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ വെറുതെ ഓരോന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അനീഷേട്ടനോട്. അനീഷേട്ടൻ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അനീഷേട്ടൻ മിണ്ടാതെ നടക്കും, നമ്മളോടൊന്നും സംസാരിക്കില്ല. എന്താണെങ്കിലും റെന ഫാത്തിമ നല്ല രീതിയിൽ തന്നെ അവരോട് നല്ല രീതിയിൽ ഫൈറ്റ് ചെയ്ത്. അപ്പോൾ നമ്മുടെ ബിൻസി അവിടെ വരുന്നുണ്ട്. ബിൻസി വന്ന് പറയുന്നുണ്ട്, നിങ്ങൾ ആ റെന പറയുന്നതൊന്നും നിങ്ങൾ കേൾക്ക്, അവൾ അത്രയും ഒച്ചയിട്ട് അവൾ എഫേർട്ട് എടുത്തിട്ടാണ് ഇത് നിങ്ങളോട് സംസാരിക്കുന്നത്, അവളുടെ ചെറിയ ഒച്ചയിലല്ലേ പറയുന്നത്, നിങ്ങളത് കേൾക്കെന്ന് പറഞ്ഞ് അവരെല്ലാവരോടും മിണ്ടാണ്ടിരിക്കുകയാണ്. റെന ഫാത്തിമ പറയുന്നുണ്ട്, അനീഷേട്ടനോട് നമ്മൾ എത്ര ഇനി പറഞ്ഞു കഴിഞ്ഞിട്ട് കാര്യമില്ല, അനീഷേട്ടൻ ഇനി ഒന്നും തന്നെ കേൾക്കാൻ പോകുന്നില്ല, അനീഷേട്ടൻ ചെയ്യുന്നതന്നെ ചെയ്യുള്ളൂ, അനീഷേട്ടൻ നമ്മൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി മാത്രമാണ് അനീഷേട്ടൻ ശ്രമിക്കുന്നത്, നമ്മൾ അനീഷേട്ടൻ്റെ പുറകെ നടന്നിട്ട് ഒരു കാര്യമില്ല എന്നാണ് റെന ഫാത്തിമ പറയുന്നത്. റെന ഫാത്തിമ പറഞ്ഞ ഈ സ്റ്റേറ്റ്മെൻറ്റിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് അറിയിക്കാൻ മറക്കരുത്. നിങ്ങൾക്ക് ബിഗ് ബോസ് സീസൺ 7 ഇഷ്ടപ്പെട്ട മത്സരാർത്ഥിയുടെ പേര് കമൻറ്റ് അറിയിക്കുക.